ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ മെഹന്തി ക്ലാസ്സിൻ്റെ വീഡിയോ നമ്മളിടാണ്. അപ്പോൾ ക്ലാസ്സസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങൾ അത്രയും നല്ല സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ മെഹന്തി പ്രാക്ടീസിങ് ഷീറ്റിൻ്റെ കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ട, അപ്പോൾ ഇതാണ് നമ്മൾ മെഹന്തി പ്രാക്ടീസിങ് ഷീറ്റ്. ഇപ്പോൾ നല്ല മെഹന്തി എൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഉള്ള മെഹന്തി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിങ് ഷീറ്റ് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് നമ്മൾ പ്രാക്ടീസിങ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ട മൈലാഞ്ചി നമ്മൾ വരച്ചു കൊടുത്തിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഒക്കെ എല്ലാം അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ മെഹന്തി പ്രാക്ടീസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ബിഗിനേഴ്സിന് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ബ്രൈഡൽ വർക്ക് ചെയ്യുന്നവർക്കായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മെഹന്തി പ്രാക്ടീസിങ് ഷീറ്റ്. അപ്പം ഇത് നമ്മൾ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് പേര് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളവർക്ക് നമ്മളിതുപോലെ പാക്കാക്കിയിട്ട് കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് അയക്കാൻ മതി. അപ്പോൾ നമ്മൾ ആർക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ പ്രാക്ടീസിങ് ഷീറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ഷീറ്റിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇതുപോലെ കൊറിയർ അയച്ച് തരുന്നതായിരിക്കും. അപ്പം ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെഹന്തി ക്ലാസ് കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു നമ്മളെ ക്ലാസ്സിന് കിട്ടിയിരുന്നത്. നമ്മൾ ക്ലാസ് കണ്ടതിന് ശേഷം മെഹന്തി കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാത്തൊരു കുട്ടിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനടക്കം ഒരു ധൈര്യം കിട്ടി. നമ്മൾ പറഞ്ഞ ടിപ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു മെഹന്തി കിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മെഹന്തി പ്രാക്ടീസിങ് ഷീറ്റ് വെച്ചിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്ന നല്ല വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വരാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ഓൾ.